അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള 2D അവതാർസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് അവതോർസ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വേണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 2D അവതാർ ക്രിയേറ്റ് എന്നറിയാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ആപ്പ് ഓപ്പൺ ആക്കാം. ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത്. അതിൻ്റെ നിങ്ങൾ മെയിൽ സെലക്ട് ചെയ്ത് നിങ്ങൾ മെയിലാണെങ്കിൽ മെയിൽ സെലക്ട് ചെയ്യുക, ഫീമെയിൽ ആണ് നിങ്ങൾ ഫീമെയിലും സെലക്ട് ചെയ്യുക. ഇപ്പം മെയിലാണെങ്കിൽ മെയിൽ സെലക്ട് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് വരുന്ന 2 ഓപ്ഷനാണ്, ഫേഷ്യൽ റെക്കഗ്നേഷനും പിന്നെ മാനുവൽ ക്രിയേഷനും. ഈ ഫേഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഫോട്ടോ അല്ല നമ്മുടെ സെൽഫി ക്യാമറ ഓപ്പൺ ആയി വരും. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഫോട്ടോ എടുത്ത ശേഷം നമ്മൾ അതും വെച്ച് നമുക്ക് ഇമോജി സെലക്ട് ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫേസ് റെക്കഗ്നേഷൻ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കാണ് നമ്മുടെ ഫേസ് ഇവിടെ വരുന്നത്. വേണം നമുക്ക് നമ്മൾ എടുത്ത ഫോട്ടോ നമുക്കിവിടെ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വേറെ ഒരു ഫോട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അലവ് ചെയ്ത് കൊടുക്കില്ല. ഇപ്പം ഈ ഒരു ഫോട്ടോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, ഈ ഫോട്ടോ പ്രോസസ്സായി വരുന്നുള്ളൂ ഇമോജി ആയിട്ട്. ഏകദേശം നമ്മുടെ ഇമോജി ആയിട്ടുണ്ട്. എൻ്റെതുപോലെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ എൻ്റെതുപോലെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫേസിന്റെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മുടെ താടി മുടിയെല്ലാം മാറ്റാവുന്നതാണ്. പിന്നെ മുടി ഏകദേശം ഇതുപോലെ സെറ്റ് ചെയ്യുകയാണ്. പിന്നെ അടുത്ത നമുക്ക് അത്യാവശ്യം ഫണ്ണായിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. നമുക്ക് ഐബ്രോസ് എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് നമ്മുടെ മീശയുടെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഇപ്പം സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ക്യാപ്പ് വെക്കാം, പിന്നെ കണ്ണാടിയൊക്കെ വെക്കാവുന്നതാണ്. നിങ്ങൾ അത്യാവശ്യം നല്ല ഫണ്ണായിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരും. എനിക്കിപ്പോൾ ഒരു 2000 കോയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ക്ലെയിം ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ കാണിക്കുന്നതാണ് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രസ്സസൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ 2000 കോയിൻസ് ഇവിടെ കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള അത്യാവശ്യം ചിലതൊക്കെ നമുക്ക് പോയാണ്, അതൊക്കെ പ്രീമിയം ആയിട്ട് നമുക്ക് പൈസ കൊടുത്ത് അപ്പോൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് അതൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു ഷർട്ട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇഷ്ടം പോലെ ഉണ്ട് ഷർട്ടുകളൊക്കെ. അപ്പം ഞാൻ ഇവിടെ സേവ് ചെയ്യുകയാണ്, പർച്ചേസ് ചെയ്യുക. അപ്പം നമുക്ക് നെറ്റ് ഓൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് വരുന്നത്, നെറ്റ് വേണം ഈ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ ആഡ് വരുന്നതായിരിക്കും. അതിപ്പോൾ ഏത് ആപ്ലിക്കേഷൻ തുറന്നാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ആഡൊക്കെ വരും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പോസസ് മാറ്റാം. പോസ് സെലക്ട് ചെയ്യുക. നമുക്കിത് ഇങ്ങനത്തെ പോസാക്കാം, ഈ പോസാക്കാം. ഒരു 3-4 പോസുകളുണ്ട്. അപ്പോൾ ഈ ഒരു പോസാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഗാലറിയോട്ട് സേവ് ചെയ്യാം. താഴത്തെ നമുക്ക് സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ചെയ്യാം. അപ്പം നമ്മുടെ നെറ്റിൻ്റെ ആണ് ഇതുപോലെ ആഡ്സ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ആപ്പ് ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ആപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇതൊരു പുതിയ ഡേറ്റ് പിന്നെ കാണാം.